നാട്ടിന് തിരിച്ച് സകലേഷ്പൂരിലേക്ക് വരുന്ന ഒരു ട്രെയിൻ യാത്രയായാലും 6 മാസങ്ങൾക്ക് ശേഷം സകലേഷ്പൂർ നിന്ന് നാട്ടിലേക്ക് പോയ കാര്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് AC ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ വന്നപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് ഈ വന്ദേ ഭാരതിലെ സീറ്റ് ഒന്ന് ക്ലിയർ ആയി കിട്ടിയത് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് 5:15 പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അതിൽ കയറി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. നാട്ടിൽ ചെന്നപ്പോൾ തന്നെ അസുഖം പിടിച്ചത് കാരണം നല്ല ചുമയായിരുന്നു. അതുകൊണ്ട് ത്രോട്ട് ഒന്ന് ക്ലിയർ ആകാൻ കട്ടൻ ചായ കുടിക്കാന്ന് കരുതി ടീ മിക്സിന് പകരം ടീ ബാഗ് ആണ് വാങ്ങിയത്. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ട്രെയിനിൽ വെച്ച് തന്നെയാണ് ഇട്ടത്. അപ്പൊ പിന്നെ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ലിപ് ലിക്വിഡ് നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ ഊരും പേരും മേൽവിലാസം ഒന്നും എനിക്കറിയില്ല, പക്ഷെ അടിപൊളി സംഭവമാണ്. ആ ഒരൊറ്റ ഐറ്റം ഇട്ടപ്പോ തന്നെ എന്റെ ലുക്ക് അങ്ങ് മാറിയത് കണ്ടില്ലേ. ആദ്യം ഇടേണ്ട ലിപ് ബാം ആണ് ഈ രണ്ടാമത് ഇട്ട് കൊടുത്തത്. ഇനി കാജലിന് പകരം ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കണ്ണിനുള്ളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഇത് കണ്ട് ആരും ചെയ്യരുത്. വീഡിയോ ഇടുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഐലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് കണ്ണിലെ വാലും തുമ്പും ഒക്കെ വരച്ചു കൊടുത്ത് ഒരു പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയി. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആദ്യത്തെ ലുക്കിൽ നിന്ന് ഇപ്പോഴത്തെ ലുക്ക് എന്ത് വ്യത്യാസം അല്ലേ. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരുങ്ങുമ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് അല്ലേ. ഏതായാലും 25-ാം തീയതി ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് ഷീറ്റിൽ കണ്ടത് ഇന്ത്യയിലെ ഓരോ സാധാരണ പൗരനും ആഗ്രഹിച്ചൊരു വാർത്തയായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി വന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. വന്ദേ ഭാരതില് ഫുഡിന്റെ മെനു ഓരോ ദിവസം മാറി വരുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. കഴിഞ്ഞ മാസം 25ന് നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമായില്ല. സത്യം പറയാലോ, ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ തകർന്നു പോയി. ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയത് മുട്ട വറട്ടിയതും 2 കട്ട്ലറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്ട് അതുപോലെ ഒരു സാധനം. ആ മീൽസിൽ ആകെയുള്ളൊരു ആശ്വാസം ദാ ഈ കണ്ട വട്ടയപ്പം മാത്രമായിരുന്നു. പിന്നെ ദാ ഈ പൊട്ടിച്ചെടുക്കുന്ന മസാല ബണ്ണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആരെങ്കിലും കഴിക്കുമെന്ന് പോലും അറിയില്ല. വന്ദേ ഭാരത് വന്ന സമയത്ത് അതിൽ തരുന്ന ഫുഡെല്ലാം അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ദിവസത്തെ പ്രത്യേകത ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഫുഡ് തരണമല്ലോ എന്ന് കരുതി തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ക്യാപിച്ചീനോടെ ഒരു മിക്സ് ഉണ്ടായിരുന്നു. ക്യാപിച്ചീനോ ആയതുകൊണ്ട് അത് തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പേഴ്സണലി എനിക്ക് ആ ഒരു കോഫി ഇഷ്ടമായിട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് വെറും വയറ്റിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കട്ട്ലറ്റ് പൂർണ്ണമായും മറ്റേ കട്ട്ലറ്റ് ഭാഗികമായും കഴിച്ച് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ മൗത്ത് ഫ്രഷ്നറായിട്ട് കിട്ടിയ പാസും കൂടെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വിരാമം ഇട്ടു. പിന്നെ വടി പോലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോ ലഞ്ചിനുള്ള സമയമായി. ലഞ്ചും എത്തി. പായസം, അവിയല്, വറുത്തരച്ച ചിക്കൻ കറി, തീയല്, ചോറ്, ചപ്പാത്തി, കേർഡ് ഇത്രയാണ് ഉണ്ടായിരുന്നത് നോൺ വെജില്. ഇനി വെജിലാണെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറിക്ക് പകരം വറുത്തരച്ച കറി, ഏതോ കറി. വെജാണ് ഞാൻ ചൂസ് ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ, ഈ മീൽസിലുണ്ടായിരുന്ന അവിയല് അടിപൊളിയായിരുന്നു. വറുത്തരച്ച ഏതോ കറിയും തീയലും മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പെട്ടിയും ചട്ടിയായിട്ട് നിങ്ങൾ വന്ദേ ഭാരതിൽ വന്നിറങ്ങുന്നത് കാസർഗോഡുള്ള റെയിൽവേ ടാക്സി ഡ്രൈവേഴ്സ് കണ്ടാല് സ്റ്റേഷന് പുറത്തിറങ്ങി 10 മൈൽ അകലെ നിന്ന് നിങ്ങൾ വേറെ വണ്ടി പിടിച്ചാലും ആ വണ്ടി കറങ്ങി വരുന്നത് സ്റ്റേഷന് മുന്നിലൂടെ കിടക്കുന്ന റോഡിലൂടെ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇതുപോലൊരു അനുഭവം ഫേസ് ചെയ്യാതിരിക്കണമെങ്കിൽ സ്റ്റേഷന് പിന്നിലൂടെ കിടക്കുന്ന റോഡ് വഴി ഊബർ ടാക്സി ബുക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ശരി, ഇത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.